ഹലോ എല്ലാവർക്കും മയം ദി മലയാളി ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ജാനകിയുടെയും അഭിയുടെയും വീട് പുത്തൻ പ്രൊമോ അല്ലേ? നമ്മുടെ അച്ഛൻ്റെ ആ ഒരു എല്ലാ ചടങ്ങും കഴിഞ്ഞിട്ട് അപ്പം നമ്മുടെ അഭിനോട് നമ്മുടെ ജാനകി ഇങ്ങനെ പറയുകയാണ്. എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ അഭിയേട്ട, അച്ഛന് അന്നത്തെ ദിവസം രാത്രിയിൽ എന്തെങ്കിലും സംഭവിച്ചോ, അച്ഛൻ്റെ മനസ്സ് വേദനിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യം നടന്നോ എന്ന് നമ്മുടെ അഭിയോട് ചോദിക്കുന്നുണ്ട്. അപ്പം അഭി പറയുന്നുണ്ട്, എന്നോട് ആ വക്കീലും സൂചിപ്പിച്ചത് ഇങ്ങനെ തന്നെയാണല്ലോ എന്ന് പറയുന്നുണ്ട്. അതിനുവേണ്ടി പോസ്റ്റ്മോർട്ടം ചെയ്യാനും അദ്ദേഹം എന്നെ നിർബന്ധിച്ച് താർന്നു എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അപ്പുറത്ത് നമ്മുടെ നിരഞ്ജന നമ്മുടെ അജയോട് കുറെ ഇങ്ങനെ കയർത്ത് സംസാരിക്കുന്നുണ്ട്. നിങ്ങളൊരു മകൻ തന്നെയല്ലേ, നിങ്ങൾക്കൊരു തരി മനസാക്ഷി പോലും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പൊ അജയ് പറയുന്നുണ്ട്, ഞാൻ പിന്നെ എന്തേലും ഇനി ജീവിതകാലം മുഴുവനും കരഞ്ഞ് കണ്ണീരൊടുക്കി തന്നെ നടക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ നിരഞ്ജന പറയുന്നുണ്ട്, വേണ്ട, ഒരല്പം മനസാക്ഷി കാണിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നിരഞ്ജന നമ്മുടെ അജയുടെ അടുത്ത് ഇങ്ങനെ കയർത്ത് സംസാരിക്കുന്ന നമ്മുടെ നിരഞ്ജനയ്ക്ക് മനസ്സിലായി അജയ് തലേദിവസം അച്ഛന്റെ മുറിയിൽ നിന്നും ഇറങ്ങി വരുന്നത് നമ്മുടെ നിരഞ്ജന കണ്ടിട്ടുണ്ട്. അപ്പൊ നിരഞ്ജനയ്ക്ക് ഉറപ്പാണ് അജയുടെ ഭാഗത്തു നിന്നും എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ട്. അതില് നമ്മുടെ അച്ഛൻ മനംനൊന്താണ് അച്ഛൻ മരിച്ചതെന്ന് നമ്മുടെ നിരഞ്ജനയ്ക്ക് അത്ര ഉറപ്പുണ്ട്. അപ്പൊ ആ ഒരു ഇത് നമ്മുടെ അജയോട് നമ്മുടെ നിരഞ്ജന ചോദ്യം ചെയ്യുന്ന ഒരു നിമിഷങ്ങളും തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് ഒടുവിൽ കാണുവാൻ സാധിക്കുന്ന കാഴ്ച. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെ? അപ്പുറത്താണെങ്കിൽ നമ്മുടെ ജാനകിയും നമ്മുടെ മുത്തശ്ശി വീണ്ടും ഇങ്ങനെ കുത്തി കുത്തി പറയുന്നുണ്ട്, ഇനി അവളാണ് അളകാപുരി ഭരിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രഭാവതിയുടെ മുന്നിൽ ഇങ്ങനെ എരുതിയിൽ എണ്ണ ഒഴിച്ചിങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആര് പെറ്റതാണെന്ന് പോലും അറിയാത്തവളാണ് ഇനി അളകാവൂര് ഭരിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുത്തശ്ശിയുടെ ആ ഒരു പതിവ് കുത്തുവാക്കുകളും ഇതോടൊപ്പം തന്നെ ഉണ്ട് കേട്ടോ കൂട്ടുകാരെ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഹിയർ ഐ ആം ദി മലയാളി സൈനിങ് ഓഫ്.